താങ്ക് യു സർ. ഒരു തികഞ്ഞ കലാകാരൻ തന്റെ സാന്നിധ്യം കൊണ്ട് ഇന്നീ വേദി മഹനീയമാക്കുന്നു. മിമിക്രി കലാകാരൻ, ഗായകൻ, ചിത്രകാരൻ, അവതാരകൻ എന്നിവയെല്ലാം ആ കൈകളിൽ ഭദ്രം. നമ്മുടെ തൊട്ടയൽദേശമായ ചിറ്റൂർ നിവാസി ശ്രീ ബൈജു ജോസ് ഏഷ്യാനെറ്റിലെ കോമഡി കസിൻസ് എന്ന പരിപാടിയിലൂടെ ശ്രദ്ധേയനായി തുടർന്ന് സൂര്യ ടിവിയിലെ രസികരാജ നമ്പർ 1 എന്ന കോമഡി ഷോയിൽ വിധികർത്താവായി വന്നു. ഇപ്പോൾ ഏഷ്യാനെറ്റിലെ സിനിമാല എന്ന പ്രോഗ്രാം ചെയ്യുന്നതോടൊപ്പം മിമിക്രി പരിപാടികളും സ്റ്റേജ് ഷോകളും സജീവമായി തുടരുന്നു. മലയാള സിനിമയിലും അദ്ദേഹം ശ്രദ്ധേയമായ ചില വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുല്യ പ്രതിഭയായ ശ്രീ ബൈജു ജോസിനെ ആശംസ അർപ്പിക്കുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. ശ്രീ ഹൈബീഡൻ MP ഇപ്പോൾ വേദിയിൽ നിന്ന് വിടവാങ്ങുകയാണ്. അദ്ദേഹത്തിന് മാതിരപ്പള്ളി കുടുംബത്തിന്റെ നന്ദി എല്ലാവരുടെയും പേരിൽ അർപ്പിക്കുകയാണ്. താങ്ക് യു സർ. നമസ്കാരം. എല്ലാ മാതിരപ്പള്ളി കുടുംബങ്ങൾക്കും പ്രത്യേകിച്ച് എല്ലാവർക്കും വേദിയിലിരിക്കുന്നതും പുറത്തിരിക്കുന്നതുമായി എല്ലാവരും മാതിരപ്പള്ളിക്കാരാണ് എന്നെനിക്ക് തോന്നുന്നു. ചേരനല്ലൂർ പള്ളിയിൽ, സെന്റ് ജെയിംസ് പള്ളിയിൽ പകുതിയിൽ കൂടുതൽ മാതിരപ്പള്ളിക്കാരാണോ എന്ന് എനിക്ക് സംശയം തോന്നുന്നു. അത്രയും വലിയ ഒരു കൂട്ടായ്മയാണ് ഇപ്പോൾ എൻ്റെ മുൻപിലിരിക്കുന്നത്. വളരെ സന്തോഷം. എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെയും വരുവാനിരിക്കുന്ന പ്രതീക്ഷയുടെ പുതുവത്സരത്തിൻ്റെയും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഞാൻ ഒരു 10 വർഷമായിട്ടുള്ളൂ ചേരാൻ നല്ലൊരു കാരനായിട്ട്. ഞാൻ ഒരുപാട് നിലക്കാരനായിരുന്നു. മാതിരപ്പള്ളി കുടുംബങ്ങളുടെ നിങ്ങളുടെ ഹിസ്റ്ററിയൊന്നും എനിക്ക് തീരെ അറിയില്ല. എൻ്റെ കുറേ സുഹൃത്തുക്കൾ, എനിക്കറിയാവുന്നവർ, ഞാനിന്നും കാണുന്ന കുറേ മുഖങ്ങൾ എല്ലാം മാതിരപ്പള്ളിക്കാരാണ്. ഹൈബീഡൻ പറഞ്ഞതുപോലെ യുവാക്കളെ ഒന്നും കാണുന്നില്ല എന്ന് കരുതി നിങ്ങളൊക്കെ വയസ്സന്മാരാണ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം 40, 50 അതിനിടയിലുള്ള ആളുകളാണെന്ന് തോന്നുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസകൾ നേരുകയാണ്. വളരെ കഴിവുള്ളതും പ്രശസ്തനുമായിട്ടുള്ള നമ്മുടെ ചേരാനല്ലൂർ പള്ളിയുടെ വികാരിയേശൻ എല്ലാം ഇവിടെയുണ്ട്. മാതിരപ്പള്ളിക്കാരിൽ തന്നെ ഒരുപാട് കഴിവുള്ള കലാകാരന്മാരുണ്ട് എന്ന് എനിക്കറിയാം. ഇനിയിപ്പോൾ ഇനിയും ഇത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാം പെർഫോമൻസും കാര്യങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് എൻ്റെ പ്രത്യേകിച്ച് ഒരു കലാപരിപാടിയുടെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അടുത്ത് വീട്ടിൽ വന്ന് ഈ അസോസിയേഷൻ ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, നിങ്ങളൊന്ന് പങ്കെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വരാം എന്ന് പറഞ്ഞു. ഒരു പാട്ട് എന്നോട് പാടണമെന്ന് പറഞ്ഞു. ഒരു പാട്ട് പാടാൻ സമയം ഉണ്ടാവുമോ? ആണല്ലേ? ഓക്കെ. എന്തായാലും വേദിയിലിരിക്കുന്ന ആൾക്കാരെ കൈയടിച്ചാലും മതി. അത്ര ആൾക്കാർ വേദിയിലുണ്ട്. അപ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാരെ കൈയടിച്ചാൽ ഹാപ്പി. ഞാനൊരു പാട്ട് പാടാം. എനിക്ക് ഇത് യൂട്യൂബിൽ നിന്നത്തെ പാടുന്ന പാട്ടാണ്. ഇനി പാടുന്നതിൻ്റെ അടുത്ത് വൈഫ് വിളിക്കുമെന്ന് എനിക്കറിയില്ല. എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി.
ദൂരെ ദൂരെ മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി രാജാക്കന്മാരെത്തി. ദൂരെ 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 മരുഭൂമിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി മൂന്നു രാജാക്കന്മാരെത്തി. മാലാഖമാരവീതികളിൽ സ്തുതിഗീതങ്ങൾ പാടി, മാലാഖമാരവീതികളിൽ സ്തുതിഗീതങ്ങൾ പാടി. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂമിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി മൂന്നു രാജാക്കന്മാരെത്തി. മഞ്ഞിത്തുള്ളികൾ തഴുകിയുറങ്ങുന്ന ലഹരി വഴികളിലൂടെ മഞ്ഞിത്തുള്ളികൾ തഴുകിയുറങ്ങുന്ന ലഹരി വഴികളിലൂടെ ഒരു പുൽക്കുടി തേടി ദേവസുതനെ തേടി ഇടയന്മാരുണഞ്ഞല്ലോ. അവർ സ്വർഗീയ ഗാനം കേട്ടു, അവർ കാലിത്തൊഴുത്തു കണ്ടു, അവർ സ്വർഗീയ ഗാനം കേട്ടു. മരിയാസുതനായി പുൽക്കൂട്ടിമാരും മിശിഹാനാഥനെ കണ്ടു, മരിയാസുതനായി പുൽക്കൂട്ടിമാരും മിശിഹാനാഥനെ കണ്ടു. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂമിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി മൂന്നു രാജാക്കന്മാരെത്തി. വെള്ളിനിലാവിൻ കുളിരലയിൽ നീരാടിയെത്തിയ കുയിലുകൾ വെള്ളിനിലാവിൻ കുളിരലയിൽ നീരാടിയെത്തിയ കുയിലുകൾ നവസ്വരഞ്ജരി ഒരു മനസ്സോടെ നാഥനെ വാഴ്ത്തി പാടുന്നു. ദിവ്യനാമം
സ്തുതിഗീതങ്ങൾ പാടി സ്തുതിഗീതങ്ങൾ പാടി സ്തുതിഗീതങ്ങൾ പാടി. താങ്ക് യു. മിമിക്രിയൊന്നും കാണിച്ചില്ല എന്ന പരാതി വേണ്ട. അതുകൊണ്ട് ഞാൻ MG ശ്രീകുമാറിൻ്റെ ശബ്ദത്തിൽ ഒരു പാട്ട് കൂടി പാടാം. കാരണം MG ശ്രീകുമാറിൻ്റെ ശബ്ദം എവിടെ ചെന്നാലും എന്നോട് ഇമിറ്റേറ്റ് ചെയ്യാൻ പറയുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് കൂടുതൽ മിമിക്രിയിലേക്ക് പോകുന്നില്ല. ഓക്കെ, ഓക്കെ. സാധനം കിട്ടുന്നില്ല. നിങ്ങൾക്ക് ഭാഗ്യമില്ലെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ എൻ്റെ ഭാഗ്യമാണെന്ന് അറിയില്ല. സംഭവം നടന്നിട്ടില്ല. ഓക്കെ, എന്തായാലും MG ശ്രീകുമാറിൻ്റെ ശബ്ദം ഞാനൊന്ന് ഇമിറ്റേറ്റ് ചെയ്യാം. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഞാൻ എല്ലായിടത്തും ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ ശബ്ദം ഈ പെടക്കോഴി മുട്ടിയിട്ട് കഴിയുമ്പോഴുള്ള ശബ്ദത്തിൽ നിന്നാണ് MG ശ്രീകുമാറിൻ്റെ ശബ്ദം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആ ശബ്ദവും രണ്ട് ശബ്ദവും ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാം. ഓക്കെ, പെടക്കോഴി മുട്ടിയിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ എല്ലാവരും ഉണ്ടല്ലേ അല്ലേ? അണജി ഒരു 15,000 രൂപയുടെ പാട്ടങ്ങ് പാടിയേക്കണില്ലേ? അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ 15,000 രൂപയുടെ പാട്ടങ്ങ് പാടുകയാണ്. ഓക്കെ, ഒരു പൂവിതളിൽ നറുപുഞ്ചിരിയ ചിറകാർന്ന ചന്ദ്രികളിൽ ഇനി എൻ മനസ്സിൽ കുളിരോർമകളിൽ വരൂ നിറഞ്ഞ സായം സന്ധ്യ. എല്ലാവർക്കും ഈ ക്രിസ്മസിൻ്റെ പുതുവർഷത്തിൻ്റെ നന്മകൾ ഒരിക്കൽ നേർന്നുകൊണ്ട് അതുകാലം ഞാൻ തുടങ്ങുകയാണ്. താങ്ക് യു വെരി മച്ച്. കാരണം എൻ്റെ ഈ വർഷത്തെ ലാസ്റ്റ് സ്റ്റേജ് ഷോയാണ്. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഞാൻ UK പോവുകയാണ്, UK പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ അവിടെയാണ്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കണം, അനുഗ്രഹം ഉണ്ടായിരിക്കണം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ശ്രീ ബൈജു ജോസ്. നല്ലൊരു പാട്ടിലൂടെയും മിമിക്രിയിലൂടെയും സദസ്സിനെ ഉണർത്തിയ അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ വിദേശയാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്.